തൂക്കുകയർ സമരം നടത്തി കർഷക കോൺഗ്രസ്. എലവഞ്ചേരി മണ്ഡലം കമ്മിറ്റിയാണ് കൃഷിഭവന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കർഷക ജനദ്രോഹ നടപടികൾക്കെതിരെയും നെല്ലിന്റെ വില നൽകാത്തതിലും കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നിലപാടിനുമെതിരെയുമാണ് കർഷക കോൺഗ്രസ് തൂക്കുകയർ സമരം സംഘടിപ്പിച്ചത്. INTUC ജില്ലാ സെക്രട്ടറി KV ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി സമ്പ്രദായം ഓരോ കുടുംബങ്ങളിലും അതിൻ്റെതായ ആ ഒരു മാനസിക സുഖം ആണ് ഒരു പക്ഷേ നമ്മളെ ഈ കൃഷിയെ ഇങ്ങനെ നിലനിർത്തി പോകുന്നത്. പക്ഷെ കൃഷിയുടെ സ്ഥിതി ഇന്ന് വളരെ മോശമാവുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച കർഷകന് വായ്പ എന്ന പോലെ കൊടുത്ത് നെല്ലിന് വില കൊടുക്കുന്ന ആ രീതി തൊട്ട് മറ്റ് കർഷകനെ കൃഷിക്ക് ഉപയോഗിക്കേണ്ട എല്ലാവിധ വളം, വിത്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ആരെങ്കിലും പറഞ്ഞ പോലെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകനെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. സ്വാഭാവികമായും കൃഷിയിൽ നിന്ന് കർഷകൻ പിന്തിരിയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്കറിയാം, നമ്മളെ കണക്കനുസരിച്ച് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല, കേരളത്തിലെ ജനങ്ങളാണ് ഭക്ഷിക്കുന്നെങ്കിൽ മുഴുവൻ 56 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവും. പക്ഷെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മൾ അരി ഭക്ഷിക്കുന്നില്ല. കാരണം ആ സാഹചര്യം അങ്ങനെയാണ്. വളരെ ബുദ്ധിമുട്ടി കൃഷി ചെയ്തുണ്ടാക്കിയാൽ ആ പണം ഒന്നിച്ച് കൈ കിട്ടണമെന്നുള്ള, കിട്ടിയാലേ നമുക്ക് കടം കിട്ടാൻ നിർവാഹമുള്ളൂ, അടുത്ത കൃഷിക്ക് വേണ്ട ഒരുക്കങ്ങൾ സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ട് നമ്മൾ നെല്ല് വിൽക്കുകയാണ്. നമ്മൾ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വരുന്ന നെല്ല് അത് റേഷൻ സമ്പ്രദായത്തിലൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും വാങ്ങി ഭക്ഷിക്കുന്നു. അതാണ് ഒരു മന്ത്രി സജി ചെറിയാൻ ആണെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു, കേരളത്തിലെ കർഷകർക്ക് ഒരു പണിമുടക്കാനൊന്നും വലിയ കാര്യമൊന്നുമില്ല. സി പരമേശ്വരൻ അധ്യക്ഷനായി. പ്രദീപ് നെന്മാറ, A ബാലൻ, V ചന്ദ്രൻ, K വേലപ്പൻ, V രവീന്ദ്രൻ, A ശിവരാമൻ, M ദേവൻ എന്നിവർ പ്രസംഗിച്ചു.